എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് എന്താണ് മമതാഹന്ത്രി എന്ന് പറയുന്ന നാമത്തെക്കുറിച്ച്, അതായത് 165ാമത്തെ നാമത്തെക്കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് സംസാരിച്ചത്. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ 166ാമത്തെ നിഷ്പാപ എന്ന് പറയുന്ന നാമത്തെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പാപമില്ലാത്തവൾ. പാപമില്ലാത്തവൾ എന്ന് പറയുമ്പോൾ ദേവിക്ക് പാപമില്ല, ജഗജ്ജനനിക്ക് പാപം എന്ന് പറഞ്ഞ ഒന്നുമില്ല. പാപം എന്ന് പറയുന്നത് ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല, നിഷ്പാപയാണ് എന്നർത്ഥം. പണ്ട് ഇങ്ങനെ എന്താണ്, ഒട്ടും ചെയ്തില്ല സുഹൃതം ഒട്ടേറെ ചെയ്ത് ദുഷ്കൃതം, രാമകാലം വിളിക്കുമ്പോൾ നാം എന്തോതേണ്ടത് എന്നൊരു കവി പാടിയതുപോലെ അല്ലെ. അകൃതം സുഹൃതം കിഞ്ചത് ബഹുധാ ദുഷ്കൃതം വ്രതം ന ജാനേ ജാനകി ജാനേ യമാഹ്വാനേക്ക് ഉത്തരം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനെ തർജ്ജമ ചെയ്തപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ വരികൾ വന്നത്. നമുക്ക് ഒരുപാട് പാപം നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത അനവധി കാര്യങ്ങൾ. പക്ഷെ അമ്മയ്ക്ക് അതൊന്നുമല്ല. നിത്യശുദ്ധയും നിത്യബുദ്ധയും നിരവധിയും നിരന്തരയുമാണ് അമ്മ. നമ്മൾ പല എപ്പിസോഡിലും അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. നിത്യമുക്തയുമാണ് അമ്മ. അതുകൊണ്ട് പാപകാരണമായിട്ടുള്ള ഒരു കർമ്മബന്ധവും ദേവിക്ക് ബാധകമല്ല. പാപവുമായിട്ട് ഷീ ഡസ് നോട്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് സിൻസ്. ഒന്നുമില്ല, ദേവി പാപം ചെയ്യുന്നില്ല. കാരണം പാപം പുണ്യങ്ങളുടെയൊക്കെ തന്നെ അധിപതിയാണ് ദേവി എന്നർത്ഥം. പാപം എന്നൊക്കെ പറഞ്ഞാൽ കംസ് അറ്റ് എ ലോവർ ലെവൽ. മനസ്സിലായി? പാപവും പുണ്യവും ഒന്നും അമ്മയ്ക്ക് ഒരു പ്രശ്നമല്ല. അമ്മ അതിനൊക്കെ തന്നെ അതീതയാണ്. ബ്രഹ്മണ്യാധായ കർമാണി സംഘം ത്യക്വാ കരോതിയ ലിപ്യതേ ന സപാപേന പത്മപത്രം ഇവാംഭസ എന്ന് ഗീത പറയുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാം മുകുന്ദനിൽ അർപ്പിച്ച്, എല്ലാം ഭഗവാനിൽ അർപ്പിച്ച്, ദുഷ്കൃതവും നീചസുഹൃതവും എല്ലാം കാൽക്കൽ വെച്ച് നമസ്കരിച്ച് അതൊക്കെ തന്നെ ഭഗവാനിൽ അല്ലെങ്കിൽ ഭഗവതിയിലാക്കി നമ്മൾ അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കപ്പെടുന്ന കർമ്മം ഒന്നും തന്നെ ആ ചെയ്യുന്ന ആളെ സ്പർശിക്കുന്നില്ല. കാരണം എല്ലാം ഭഗവാങ്കൽ സമർപ്പിക്കുന്നു, എല്ലാം ഭഗവതി ഇങ്കൽ അല്ലെങ്കിൽ ദേവി ഇങ്കൽ സമർപ്പിക്കുന്നു. എല്ലാം ആ പരാശക്തിയുടെ പാദങ്ങളിൽ നമസ്കരിച്ച് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും തന്നെ പാപമാകുന്നില്ല അല്ലെങ്കിൽ കർത്താവിനെ സ്പർശിക്കുന്നില്ല. ദേവി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. ഒരു കർമ്മയോഗിക്ക് ഇത്തരത്തിൽ ചെയ്യുന്ന കർമ്മങ്ങള് ഈ അവസ്ഥയെ പ്രാപിക്കുമെങ്കിൽ അമ്മ എന്ന് പറയുന്ന ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള സർവത്തിനും അധീശത്വം അവകാശപ്പെടാൻ പറ്റുന്ന മഹാശക്തി, അതായത് ശരിക്കും ആകാശം മൊത്തം നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെങ്കിൽ ആകാശവത് സർവഗതശ്ച നിത്യ എന്ന് പറയുന്നുണ്ടല്ലോ ശ്രുതിയിലൊക്കെ. മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചമാകെ മൊത്തമായിട്ട് വ്യാപിച്ചു നിൽക്കുന്ന മഹാശക്തി, എല്ലാത്തിനും എന്താ പറയുക, അധീശത്വം വഹിക്കാൻ സാധിക്കുന്ന മഹാശക്തി, അതായത് ബ്രഹ്മസ്വരൂപിണിയായിട്ടുള്ള ദേവി. ദേവിക്ക് ഈ പാപമൊന്നും ദേവിയെ സ്പർശിക്കുന്നില്ല. ചേമ്പലയിലെ വെള്ളത്തുള്ളി പോലെ അത് തൊടാതെ നടക്കുന്ന അർത്ഥം. നമാം കർമാണി ലിംബന്തി നമേ കർമ്മഫലേ സ്പൃഹ. നിത്യശുദ്ധയാണ് ദേവി എന്നർത്ഥം. ദേവി എന്നും ശുദ്ധയാണ്. ഷീ ഈസ് ഓൾവേസ് പെർഫെക്റ്റ് ആൻഡ് പ്യുവർ, അൺടൈൻറ്റഡ്, അൺബ്ലമിഷ്ഡ്. ദേവി നമ്മളെയൊക്കെ തന്നെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ലോകത്തിന്റെ മൊത്തമായിട്ടുള്ള രക്ഷ നിർവഹിക്കുന്നത് ജഗത്തിന്റെ ഹിതം ലക്ഷ്യമാക്കിയാണ്. അതായത് നമ്മുടെ പ്രപഞ്ചത്തിന്റെ താല്പര്യങ്ങൾ നിലനിർത്താനും പ്രപഞ്ചത്തിന്റെ താല്പര്യങ്ങൾക്ക് ഹാനികരമായ എന്തെങ്കിലും സംഭൂതമാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ജന്മം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആവിർഭവിക്കുകയാണെങ്കിൽ അവയെ നിഷ്കാസനം ചെയ്യുന്നതിനും അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ദേവി അവതാരം എടുത്തിട്ടുള്ളത്. അപ്പൊ ദേവിയുടെ അവതാര രഹസ്യം തന്നെ അതാണ് അർത്ഥം. ദേവി എന്ന് പറഞ്ഞാൽ പ്യുവർ അവയർനെസ് ആണ്. കാലാകാലങ്ങളിൽ ആ അവയർനെസ് നിന്നാണ് അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജഗത്തിൽ സംജാതമാകുന്ന ചില പ്രത്യേകം കാര്യങ്ങള് ലക്ഷ്യമാക്കി അതിനെ പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദേവിയുടെ ഉത്ഭവം. അപ്പൊ അമ്മയ്ക്ക് അത് ജഗത്തിന്റെ ഹിതം നിർവഹിക്കുന്നതിന് സ്പൃഹ ഒട്ടും തന്നെ ഇല്ല. നമ്മെ കർമ്മഫലേ സ്പൃഹ എന്ന് ഭഗവാൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ പാപശങ്കയ്ക്ക് ഒട്ടും പഴുതില്ലാത്ത രീതിയിലാണ് അമ്മ ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് യാതൊരു തരത്തിലുള്ള പാപവുമില്ല. നിഷ്പാപയാണ്. എല്ലാ പാപങ്ങളും, ഒരു പാപവും അട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. നോബഡി in this universe will be attribute any papa or any sin to our goddess അല്ലെങ്കിൽ യൂണിവേഴ്സൽ മദർ. അമ്മ പ്രപഞ്ചത്തിലെ ഈ മാതാവിന് ഒരു തരത്തിലുള്ള പാപവും യേശുന്നില്ല, അത് ലെവലേഷനില്ല എന്ന്
ധരിച്ചു കൊള്ളുക. അതാണ് ഈ നിഷ്പാപ എന്ന് പറയുന്ന 166-ാമത്തെ നാമത്തിന്റെ പ്രധാന അർത്ഥം. ഇനിയിപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിലൂടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത എപ്പിസോഡിൽ നമ്മൾ 167-ാമത്തെ നാമം പാപനാശിനി എന്ന് പറയുന്ന നാമമാണ് എടുത്ത് വിശദീകരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും നമസ്കാരം.